എന്റെ ഒരു ഇത് പറയാൻ, ഞാനും പുള്ളിക്കാരും ഭാര്യയും ഭർത്താവും അല്ല, ഞങ്ങളൊരു കൂട്ടുകാരെ പോലെയാണ്. മനസ്സിലായി? ഈശോ ഞങ്ങൾ എന്ത് കാര്യവും വിളിക്കും, പറയും. ഞാൻ അതായത് അതിന്റെ ഒരു ഉദാഹരണം പറയും. 5 വർഷം കഴിഞ്ഞു, ഞാനൊരു സ്ഥലത്ത് അത്യാവശ്യം ഒരു പെയിന്റിങ് എനിക്ക് ഇടയ്ക്ക് കിട്ടി. ഞാൻ ഫോൺ വിളിച്ച് വർത്താനം പറയും. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തമാശയും എനിക്ക് പറയും. അപ്പൊ പെയിന്റ് അടിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറയും, ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭാര്യ. 5 വർഷമായിട്ട് ഇതുപോലെ നീ സംസാരിക്കുമല്ലോ ഭാര്യയോട്. കാരണം അവര് ചിന്തിക്കുന്ന അങ്ങനെയാണ്. 5 വർഷമായിട്ട് കഴിയുമ്പോഴത്തേനും ഭാര്യയോട് സ്നേഹം കുറഞ്ഞു, പിന്നെ ഭാര്യയോട് ഇങ്ങനെയൊന്നും വർത്താനം പറയത്തില്ല എന്നുള്ള ചിന്തയാണ്. അതാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഓരോ വർഷത്തിലും ഈശോയുടെ ബന്ധമുള്ളതുകൊണ്ട് സ്നേഹം കൂടിക്കൂടി വരും. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെയാണോ? അല്ല, നമ്മൾ താഴെ പോകുന്ന സമയമുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും നമ്മളെ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആ സ്നേഹത്തിന് കിട്ടും. അത്രയും. അപ്പൊ ഞാനതിന് തന്നെ 5 വർഷമായ ഭാര്യയോട് ഒരു വ്യക്തി എന്താണ് അതിന്റെ അടയാളം നമുക്ക് എത്താൻ പറ്റും. നമുക്ക് ഈ ജീവിതാംഗങ്ങളുടെ അകലം വരുന്നതനുസരിച്ച് നമ്മൾ ശരീരഭാഷയിൽ അകന്നു പോകും. നമ്മളിപ്പോ രണ്ടുപേരും നടന്നു പോകുന്ന വെച്ചു, ആ ചേർച്ച ഉണ്ടെങ്കിലോ അവർ നടക്കുമ്പോൾ പോലും ഒരു ചേർച്ച വരും, അല്ലെങ്കിൽ വർത്താനം പറഞ്ഞ് മുട്ടിമുട്ടി വരും. മനസ്സിലായി? അങ്ങനെ ഒരു ഇത് കൂട്ടിലേക്ക് വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ മുട്ടിമുട്ടിയാണ് നടക്കാൻ ശ്രമിക്കുന്നതല്ല, പുറമേ എല്ലാവരും ഇത് കൂട്ടല്ല, വർത്താനം പറയാനും ഒരു ഇത് കൂടെ വരും. എന്നാൽ ഇഷ്ടക്കേട് വരുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ചികിത്സയും വരും. മനസ്സിലായി? ഇത് ഏറ്റക്കുറച്ചിൽ എപ്പോഴും ഉണ്ട്. ഇഷ്ടക്കേടുകൾ എങ്ങനെ ഇടയ്ക്ക് വരുമ്പോ ചേട്ടൻ എന്താ ചെയ്തിട്ടുള്ളത്? എന്റെ എനിക്കൊരു കേസ് കോമൺ ആയിട്ട് പുറമേ ആയാലും എനിക്ക് ഇഷ്ടക്കേട് അനുസരിച്ച് ഞാൻ ശാന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാണ് എന്റെ ഒരു, ഞാൻ മിണ്ടാട്ടം കുറഞ്ഞു വരും. അതാണ് എന്റെ ഒരു ഇത്. ഞാൻ പുറത്തേക്ക് പറയല്ല, എന്നിത് ഇഷ്ടക്കേട് അനുസരിച്ച് ഞാൻ എന്തിനോ സൈലന്റ് ആയിക്കൊണ്ടിരിക്കും. അതെ, ഞാൻ ഉള്ളിൽ സ്വീകരിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇപ്പൊ പറഞ്ഞില്ല, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. അപ്പൊ മനോഭാവത്തിൽ വരുന്നുണ്ട്, അത് നമ്മൾ കുമ്പസാരിക്കണം. ചേച്ചിയുടെ ജീവിതത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ശുശ്രൂഷ മനോഭാവം ഒക്കെ ഉണ്ടായി വരുന്നുണ്ടല്ലേ? അതെ അതെ. അതായത് ഇപ്പം കിട്ടുന്ന ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പള്ളിയിലോ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോകാൻ താല്പര്യം, നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനം അതിന് പോകാൻ താല്പര്യമുണ്ട്. അപ്പൊ ഇടയ്ക്ക് വീട്ടിലെ ആവശ്യങ്ങളെല്ലാം തീർത്തിട്ട് പോകാൻ ഞാൻ വിളിക്കുക, ഒരു ശുശ്രൂഷയ്ക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എങ്ങനെ ഇല്ലോട്ടെ ഞാൻ ഇല്ലോട്ടെ അങ്ങനെ വല്ല പറയാൻ ഒരു രോഗാവസ്ഥയായിരിക്കാം. അങ്ങനെയില്ല, പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു ഇതുകൊണ്ടുണ്ട്. അത് ദൈവം കൂട്ടിച്ചേർത്ത് തന്നുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.